ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള UDF തരംഗമാണ്, സുനാമിയാണ്, കൃത്യമായിട്ടുള്ള ഇടത് വിരുദ്ധതയാണ്. അതുകൊണ്ടാണ് ധർമ്മടത്ത് പോലും പിണറായി വിജയൻ പിന്നിൽ പോകുന്ന സാഹചര്യങ്ങൾ തുടക്ക മണിക്കൂറുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഫലം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുക? ഇപ്പം 90-ൽ കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് UDF. 34 സീറ്റുകളിൽ വരെ താഴ്ന്നിരിക്കുകയാണ് LDF. ഈ മണിക്കൂറിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 10 മണിയായിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? 90+ നേടുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടത് തരംഗവും UDFന്റെ ഒരു സുനാമിയും അല്ലേ സംഭവിച്ചിട്ടുണ്ടാവുക? കൃത്യമായ ഇടത് വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എക്സിറ്റ് പോളുകൾ UDFന്റെ വിജയം എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചെങ്കിലും ഇത്ര ഒരു തരംഗം UDFന് അനുകൂലമായ ഇടത് വിരുദ്ധ പിണറായി വിരുദ്ധ തരംഗം ആരും മുന്നിൽ കണ്ടില്ല. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിച്ചാൽ അതിന് തന്നെ ആയിരുന്നു സാധ്യത. ലോക്സഭാ ഇലക്ഷനിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും എല്ലാം തന്നെ വളരെ കൃത്യമായി പിണറായിയുടെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനവികാരമായിരുന്നു ആ ഇലക്ഷൻ റിസൾട്ടൊക്കെ പ്രതിഫലിപ്പിച്ചത്. അത് പിണറായിക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്നും കേരള ചീഫ് മിനിസ്റ്റർ എന്നുള്ള ആ ഡെസിഗ്നേഷൻ മാറ്റിയിട്ട് CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നാക്കി ഇന്നലെ. കാരണം വരാൻ പോകുന്നത് വഴി തങ്ങാൻ പോകുന്നില്ല എന്നുള്ളത് പിണറായിക്ക് അറിയാമായിരുന്നു. ഇത്ര മോശമായ ഒരു ഭരണം ഈ അടുത്ത കാലത്തെങ്ങും എനിക്ക് തോന്നുന്നു കേരളത്തിലെന്നല്ല മറ്റൊരു സംസ്ഥാനവും കണ്ടിട്ടില്ല. അത്ര മോശമായ ഭരണമായിരുന്നു. പിണറായിക്ക് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. പോലീസ് നിരുത്തരവാദപരമായിട്ട് പെരുമാറുകയാണ്. നിരപരാധികളെ അറസ്റ്റ് ചെയ്യുക, അപരാധികളെ അവരുടെ സൗകര്യം അനുസരിച്ച് വിടുക. അതായത് ഇത്രയധികം ഗുണ്ടകളും അതുപോലെ സമൂഹ വിരുദ്ധരും കേരളം ഇന്ത്യയിൽ ഏറ്റവും അധികം മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനമാക്കി പിണറായിയുടെ ഈ 10 കൊല്ലം കൊണ്ട് മാറി. ഇതൊന്നും വേണ്ട രീതിയിൽ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ചർച്ച ചെയ്തിരുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഴുവനും പണം കൊടുത്ത്, അതായത് അവർക്ക് പരസ്യം കൊടുത്തും പെയ്ഡ് ആർട്ടിക്കിൾസുമാണ് കേരളത്തിലെ ഈ ഒരു പരിപ്രേക്ഷ്യം, ഈ ഒരു നാറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പിണറായി വിജയന് സാധിച്ചത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഭരണം കേരളം കണ്ട ഭരണകൂടങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു ഭരണമായിരുന്നു. പോലീസിന് മേൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്ര മോശമായ ഒരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് പ്രതിഫലിച്ചു. ഈ BJPക്ക് ഏതാണ്ട് നാഷണൽ ഡെമോക്രാറ്റിക് അല്ല NDAക്ക് 4-5 സീറ്റുകളിലെങ്കിലും അവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി ഏതാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. NDA പലയിടത്തും വലിയ വോട്ട് പിടിക്കുന്നുണ്ട്. അതില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് നാമാവശേഷമാവുമായിരുന്നു ഈ ഇലക്ഷനോടുകൂടി. അവസാനത്തെ ആണി അടിക്കുന്ന G സുധാകരൻ പോലും കൃത്യമായിട്ട് അമ്പലപ്പുഴയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പിണറായി വിജയന് കിട്ടുന്ന ഒരു വലിയ അടിയാണ്. അതായത് G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരികയാണെങ്കിൽ അത് LDFനും പിണറായി വിജയനും കിട്ടുന്ന ഒരു വലിയ അടിയായിരിക്കില്ലേ? അല്ല, പിണറായിക്ക് ധർമ്മടം പോലൊരു സ്വന്തം മണ്ഡലത്തില് അദ്ദേഹം പിറകിൽ പോയിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു തിരിച്ചടിയല്ലേ? അതായത് കണ്ണൂർ പോലെ CPMന് ഇത്രയധികം സ്വാധീനമുള്ള, കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു സ്ഥലം, അവിടെ പിണറായിയുടെ സ്വന്തം വീട് നിൽക്കുന്ന, അല്ലെങ്കിൽ പിണറായിയുടെ സ്വന്തം മണ്ഡലം, ഹോം ടർഫ്, അവിടെ പിണറായി പുറകോട്ട് പോയി എന്ന് ഇനി തിരിച്ചു വന്നാൽ തന്നെയും ഞാൻ പറഞ്ഞ അവസാന റൗണ്ടുകൾ പിണറായി തിരിച്ചു കയറിയെന്നിരിക്കട്ടെ, എന്നിരിക്കലും ആദ്യ റൗണ്ടുകൾ പിറകോട്ട് പോയി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കനത്ത തിരിച്ചടിയാണ്. ഇവിടെ കേരളത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. 2021 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മട്ടന്നൂരിൽ നിന്ന് ലഭിച്ചത് കേരളത്തില് ശൈലജ ടീച്ചറാണ്. 2ാം സ്ഥാനത്ത് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 50,000+ എത്രയോ ആയിരുന്നു പിണറായി വിജയന്റെ ഭൂരിപക്ഷം. അതില് ഒരു 2,000-5,000 ഭൂരിപക്ഷത്തേക്കാണ് പിണറായി വിജയൻ കുറയുകയെങ്കിൽ പോലും അത് അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചടിയാണ്. അല്ല, ആ വിജയം എന്ന് പറയുന്നത് ഒരു 20,000 വോട്ടിന് താഴെ പിണറായി ജയിച്ചാൽ അതിന് ആ വിജയം പരാജയമായിട്ട് വേണം കണക്കാക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വിജയമാണ് പിണറായിക്കെങ്കിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വം, ക്യാപ്റ്റൻ എന്തെല്ലാം തള്ളുകളായിരുന്നു. പിണറായി ഒരു അമാനുഷ വിഗ്രഹമായിട്ട് അവതരിപ്പിച്ചു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിന് അനുകൂലമാണോ വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നത്? ഒരു വ്യക്തി മഹാത്മ്യം പാടിക്കൊണ്ട് നടക്കുന്നത്. കേരളത്തിലെങ്ങും പിണറായിയുടെ മഹാത്മ്യമായിരുന്നു. പാർട്ടി എന്നതില്ലാതായി. പിണറായി എന്ന വ്യക്തിപൂജയിലേക്ക് പോയി. വ്യക്തിപൂജ CPMന് പറ്റുന്നതാണ്. CPMന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നെല്ലാം
വ്യതിചലിച്ച് പിന്നെ യഥാർത്ഥത്തിൽ ഞാനും എൻ്റെ മരുമോനും എൻ്റെ മോളും എന്നുള്ള രീതിയിൽ നടത്തിയ ഒരു ഒരു സംവിധ ഭരണകൂടമായിരുന്നു കേരളം കണ്ടുകൊണ്ടിരുന്നത്. അത് ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. എന്തായാലും ഇലക്ഷനിൽ ജനം കനത്ത തിരിച്ചടി കൊടുക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പിന്നെ UDF കഷ്ടിച്ചൊരു വിജയമായിരുന്നെങ്കിൽ, ഒരു 80 സീറ്റിന് താഴെ ലഭിക്കുന്ന UDF വിജയമായിരുന്നെങ്കിൽ പിണറായിയെ പോലുള്ളവർക്ക് വീണ്ടും അവരുടെ ഏകാധിപത്യ ഭരണകൂടങ്ങളെ, ഏകാധിപത്യ നയങ്ങളെയും അതിനെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ ആളുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ അവർക്ക് വീണ്ടും ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഞാൻ പറയുന്നത് കേരളത്തിലെ BJPക്ക് കിട്ടിയ ഈ നല്ല രീതിയിലുള്ള ഒരു വളർച്ച, ആ വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിച്ചു. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം പിണറായിയുടെ തോൽവിയെ അല്ലെങ്കിൽ LDF തോൽവിയെ നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം അത് കനത്ത തോൽവിയാണ്. ഈ പുറത്ത് കാണുന്ന അല്ല തോൽവി എന്ന് ഞാൻ പറയും. കാരണം 5ഓളം മണ്ഡലങ്ങളിൽ പിന്നെ NDA ലീഡ് ചെയ്യുന്നതായിട്ടാണ് ആദ്യ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്കറിയാൻ വയ്യ. 0-ലേക്ക് BJP പോകുമോ, അതോ ഇത് പിടിച്ചു നിൽക്കുമോ, അതോ 1-2 സീറ്റ് വർദ്ധിപ്പിക്കുമോ, അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും BJP വലിയ ശതമാനം വോട്ടുകൾ പലയിടത്തും നേടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചാത്തന്നൂരിൽ ഇടത് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നെങ്കിലും വളരെ ചെറിയ വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. 2ാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയായ ഗോപകുമാറാണ്. അപ്പൊ അങ്ങനെ പലയിടത്തും ഈ BJPയുടെ വളർച്ചയും വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വോട്ടുകളാണ്. ഇപ്പൊ നമുക്ക് പറഞ്ഞു വരുന്ന അതാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ മന്ത്രിമാര് പിന്നെ മുച്ചൂടെയും താഴെ വീഴുന്ന ഒരു കാഴ്ച ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പലയിടത്തും മന്ത്രിമാര് പിറകിലാണ്. ഈ ഇടയ്ക്ക് തുടക്കത്തിൽ മന്ത്രി ബിന്ദു പിറകിലായിരുന്നു, അതുപോലെ മറ്റു പലരും പിറകിലായിരുന്നു, കേളു പിറകിലായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ ഭരണത്തിന്റെ ഒരു മികവ് ഒരു കാരണവശാലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് അവകാശപ്പെടാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഇപ്പോഴത്തെ ഇലക്ഷൻ. അവിടെ പണം ഉപയോഗിച്ചും അധികാരം ഉപയോഗിച്ചും വിജയിക്കും എന്നുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടു മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി. ഇപ്പൊ പല മാധ്യമങ്ങളിലും ചർച്ചകളിലൊക്കെ ഇരിക്കുന്ന സിംഹങ്ങളുണ്ട്. ആ സിംഹങ്ങൾ ഇപ്പൊ ഇതൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിയാം. ദൂരദർശനിൽ പലപ്പോഴും ചർച്ച നടക്കുമ്പോൾ പിണറായി പിന്നെ ഇടതുമുന്നണിക്ക് അനുകൂലമായ രീതിയിൽ ചർച്ച നടത്തുന്ന ഒരു പതിവ് ഈ ഇലക്ഷനോട് തൊട്ടു മുമ്പ് അവർ സ്വീകരിച്ചിരുന്നു. ഇതൊക്കെ മാധ്യമങ്ങളെ പല രീതിയിൽ സ്വാധീനിച്ചെടുത്ത് ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് വലിയ നേട്ടമുണ്ടായി, അങ്ങനെയൊക്കെയുള്ള ചില കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അതുകൊണ്ടൊന്നും ജനങ്ങളുടെ കണ്ണു മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് ഇപ്പോൾ ഈ ഇലക്ഷന്റെ റിസൾട്ട് ബോധ്യമാകും. പക്ഷെ ഇനി വരാനിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് മുന്നിലുണ്ട്. കാരണം കേരളം സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഖജനാവിലെ പൈസ മുഴുവൻ എടുത്തിട്ട് ഈ സർക്കാരിന്റെ അവദാനങ്ങൾ വാഴ്ത്താനും അതുപോലെ തന്നെ സർക്കാരിന് വേണ്ടി പരസ്യം ചെയ്യാനുമായിട്ട് ഇപ്പൊ സസ്പെൻഷനിലേക്ക് പിണറായി സർക്കാർ പോകുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്യപ്പെട്ട സീനിയർ IAS ഉദ്യോഗസ്ഥനായ B. അശോക് പറയുന്നത് കിഫ്ബിയുടെ 100 കോടി രൂപയാണ് സർക്കാരിന് അനുകൂലമായ പരസ്യങ്ങളും മാധ്യമങ്ങൾക്ക് കൊടുത്തതെന്നാണ്. ഇതൊക്കെ കൊടുക്കാൻ ആരവകാശം കൊടുത്തു? കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമല്ലേ. കേരളത്തിലെ ജനങ്ങളെ ഈ കിഫ്ബി എന്ന് പറയുന്നത് അതിന്റെ ഗ്യാരണ്ടർ ആണ് സർക്കാർ. കിഫ്ബി സർക്കാരിന്റെ നേരിട്ടുള്ള കീഴിലല്ല എന്ന് പറയുമ്പോഴും അതിന്റെ കടങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് കേരള സർക്കാരാണ്. അങ്ങനെയുള്ള കിഫ്ബിയുടെ കയ്യിൽ നിന്ന് 100 കോടി രൂപ ഉൽപാദനപരമല്ലാത്ത കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചെങ്കിൽ അതിന്റെ തിരിച്ചടവ് കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ്. ഇതൊക്കെ അക്ഷന്തവ്യമായ അപരാധങ്ങളാണ്. വരുന്ന സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ വരുന്ന സർക്കാർ കൃത്യമായിട്ടും ഈ വിഷയങ്ങളൊക്കെ ടേക്കപ്പ് ചെയ്യുകയും ഇവർക്കെതിരെ ഇവരുടെ ദുർച്ചെലവുകൾ, ഇവരുടെ ഈ പണം വകമാറ്റി ചെലവഴിച്ചത് ഉൾപ്പെടെയുള്ള അഴിമതികളെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയും ഒരു ധവളപത്രം പുറപ്പെടുവിക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം കേരളത്തിലെ ജനം ഇത് അറിയണം. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന പിന്നെ നാശനഷ്ടങ്ങൾക്ക് കൈയും കണക്കുമില്ല. പ്രളയത്തിന് കാരണമായത് ഈ സർക്കാരല്ലായിരുന്നു. പിണറായിക്കെതിരെ യഥാർത്ഥത്തിൽ മനുഷ്യക്കുരുതിക്ക് ഉള്ള കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വരുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വം, വരുന്ന സർക്കാരിന് വലിയ ഉത്തരവാദിത്തമാണ്. ഈ പിണറായി വിജയന്റെ അതിക്രമങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ അവർക്ക് കേരളത്തിലെ ജനത മാപ്പ് കൊടുക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിണറായി വിജയൻ ചെയ്ത ഓരോ അഴിമതിക്കും അക്രമത്തിനെയും എണ്ണി ചോദ്യം ചെയ്ത് അതിനുള്ള ശിക്ഷ നിയമപരമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ബാധ്യത വരുന്ന സർക്കാരിനുണ്ട്. എന്താ ചോദിക്കാൻ? ആദ്യ മണിക്കൂറുകളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് UDF കാണിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇടത് കോട്ടകളിൽ പോലും ആ കോട്ടകളെല്ലാം
കത്തിച്ചുകൊണ്ട് UDFന്റെ കിടിലമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് കാണുന്നത്. ഇപ്പോൾ സമയം 10:14 നമ്മൾക്കൊന്ന് ഇപ്പോഴത്തെ ഒരു ലീഡ് നില ഒന്ന് നോക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് UDFന് 49, UDFന് 87, LDFന് 49, അതേപോലെ NDAക്ക് 4 എന്നാണ്. അതേപോലെ തന്നെ 24 പറയുന്നത് എന്താണ്, UDFന് 89, 48 LDFന് 3 NDAക്ക് എന്നുള്ളതാണ്. TK ഗോവിന്ദൻ സാർ, ഇപ്പോൾ TK ഗോവിന്ദൻ മുന്നിൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാം വിമതരിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണ് തളിപ്പറമ്പ് നിന്ന് മത്സരിക്കുന്ന, ശ്യാമളക്കെതിരെ മത്സരിക്കുന്ന ഈ TK ഗോവിന്ദൻ. അതോടൊപ്പം തന്നെ പയ്യന്നൂരിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ പോലുള്ളവരുണ്ട്, G സുധാകരനെ പോലുള്ളവരുണ്ട്. ഇവരുടെ വിജയം യഥാർത്ഥത്തിൽ കേരള ജനത ആഗ്രഹിക്കുന്നില്ല. ഈ 3 പേരും വിജയിച്ചു വരണമെന്ന്. തീർച്ചയായിട്ടും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ തത്വങ്ങളിൽ നിന്നും നയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതിനെതിരെ പോരാടിയ വ്യക്തികളാണ് ഇവരൊക്കെ. ഈ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ കുടുംബ ആധിപത്യം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ ശ്യാമള ആന്തൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് അവരെടുത്ത ഒരു തീരുമാനമാണ് ഒരു NRI വ്യവസായിയുടെ, സാജൻ എന്ന വ്യവസായിയുടെ മരണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരുപാട് അതിക്രമങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിച്ചാണ്. ഇതാണോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിന്നെ വലിയ വായിൽ തത്വങ്ങൾ പറയുന്ന ആളാണല്ലോ ഈ പിന്നെ ഗോവിന്ദൻ. അദ്ദേഹം സഹാവ് പിന്നെ പക്ഷെ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും ഈ തത്വങ്ങളൊക്കെ മറന്നുപോകും. അദ്ദേഹത്തിന് പോലും അറിയാൻ വയ്യാത്ത വാചകങ്ങളും പാർട്ടി പിന്നെ എന്താണ് തത്വ സംഹിതകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു താത്വിക ആചാര്യന്റെ പരിവേഷം എടുത്ത് അണിയാനാണ് CPIM സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചത്. അത് ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമള പരാജയപ്പെടുകയാണെങ്കിൽ അതൊരു കാവ്യ നീതിയായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം അതാ സാർ, വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതേ കാഴ്ച തന്നെയാണ് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അതായത് മന്ത്രി ആർ ബിന്ദു തോൽക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആർ ബിന്ദു പിന്നിൽ പോയിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ആർ ബിന്ദു 435 വോട്ടുകൾക്ക് പിന്നിലാണ്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ഇംഗ്ലീഷ് കേൾക്കേണ്ടി വരില്ല എന്നുള്ളത് മാത്രം അതൊരു വലിയ ആശ്വാസമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് ഇംഗ്ലീഷ് അറിയുന്നതോ അറിയാതിരിക്കുന്നതോ ഒന്നും വലിയ കാര്യമല്ല. കാരണം അതിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയ നേതാവിന് മലയാളം നന്നായിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് നല്ല മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. പക്ഷേ 30 കൊല്ലത്തോളം ഇംഗ്ലീഷ് അധ്യാപികയായി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തെത്തിയ മന്ത്രി ബിന്ദു അവർ ഇംഗ്ലീഷ് തെറ്റിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ്. എത്ര വിദ്യാർത്ഥികളെയാണ് അവർ വഴിതെറ്റിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ഇവരെങ്ങനെ ഇംഗ്ലീഷ് പ്രൊഫസറായി, എങ്ങനെ വൈസ് പ്രിൻസിപ്പലായി? അതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. കാരണം ഈ CPMന്റെ പല ആൾക്കാരും അവർ പരീക്ഷ എഴുതാതാണ് മാർക്ക് വാങ്ങിക്കുന്നത്. നമുക്കറിയാം പല CPMകാർ സംസാരിക്കുന്നത് കേട്ടാലേ, ഇപ്പം റഹീം പാർലമെന്റിൽ പോയി സംസാരിക്കുന്ന കേട്ടാ നമുക്കറിയാം അദ്ദേഹം ബിരുദമൊക്കെ എടുത്തു എന്നുള്ളത് നമുക്ക് സംശയം തോന്നും. അല്ലെങ്കിൽ ചിന്താ ജെറോമിന് ഇംഗ്ലീഷിൽ PhD എടുത്ത ചിന്താ ജെറോമിന്റെ ഇംഗ്ലീഷ് കേട്ടാൽ, ഇപ്പൊ ഞാൻ ആദ്യമേ പറയുന്നത് ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ബിരുദവും ഇംഗ്ലീഷിൽ PhD ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതി നിങ്ങൾ ബിരുദങ്ങളും എടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയും. അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കരുത്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഭാഷയാണെങ്കിൽ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പൊ ജനങ്ങളുടെ മുന്നിൽ താനൊരു മറ്റ് അന്യഭാഷകളും അറിയാവുന്ന ആളാണെന്നുള്ള ഒരു ഭാവം, അല്ലെങ്കിൽ അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു, എല്ലാ രീതിയിലും ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകാർ. അവർ കമ്മ്യൂണിസത്തിന് തന്നെ അപമാനമാണ്. അവർക്ക് പാർട്ടിയിൽ നിന്നാണ് ഈ തിരിച്ചടി ഉണ്ടായെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതായത് ഏറ്റവും അധികം പിണറായി സർക്കാരിനെ വെറുക്കുകയും എതിർക്കുകയും ചെയ്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാർഡ് ഹോൾഡർ മെമ്പർമാരാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഉത്തമ വിശ്വാസത്തോടാണ് ഞാൻ പറയുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അവസാനം ഒരു കാര്യം കൂടി പറയാം സാറേ. ഈ വീണ ജോർജും തോൽക്കണമെന്ന്, അതാണ് ധാർമ്മികപരമായിട്ടുള്ള ഒരു ശരിയാണത്. വീണ ജോർജ് തോൽക്കണം എന്നുള്ളത്. അവിടെ അബിൻ വർക്കിയ ഉള്ളത്. UDFന്റെ ഒരു വലിയ തീജ്വാലയാണ് അബിൻ വർക്കി. വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വീണ ജോർജ് തോൽക്കേണ്ടത് കേരളം കൂടി ജയിക്കുന്നതിന്റെ ഒരു കാരണമായിരിക്കില്ലേ? അല്ല, വീണ ജോർജ് ഈ കണ്ണൂർ കടന്ന് അവർ കാണിച്ച രാഷ്ട്രീയ അഭ്യാസം, നെറികെട്ട, അതായത് KSUക്കാർ അവരെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു അഭിനയം, അതിന് ശരിക്കും ഉർവശി അവാർഡ് കൊടുത്താൽ പോലും മതിയാവില്ല. കാരണം അത്രയ്ക്കുള്ള രാഷ്ട്രീയ അഭിനയങ്ങളൊന്നും കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ പറ്റില്ല. അതാണ് വീണ ജോർജിന്റെ ഒക്കെ പരാജയം.
പരാജയപ്പെടുകയാണെങ്കിൽ അത് കാണിക്കുന്നത്. CPM പിന്നെ ഈ പ്രൊപ്പഗണ്ട കൊണ്ടും അല്ലെങ്കിൽ അഭിനയം കൊണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിജയിക്കാമെന്നുള്ള തെറ്റിദ്ധാരണ അത് പിന്നെ ഇപ്രാവശ്യം CPM ദയനീയമായിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റിദ്ധാരണകൾ അത് മാറുന്നത് CPM-നും നല്ലതായിരിക്കും, കേരളത്തിന്റെ രാഷ്ട്രീയത്തിനും നല്ലതായിരിക്കും. കാരണം ഈ ഇരട്ടത്താപ്പും അടവ് നയവും എന്നൊക്കെ പറഞ്ഞ് ആത്മവഞ്ചന നടത്തി കേരളത്തിലെ നിലനിന്ന മൂല്യങ്ങളെ ഇല്ലാതാക്കി പകരം വെക്കാൻ മൂല്യങ്ങളൊന്നും നൽകാതെ കേരളത്തെ ഒരു കൊലക്കളമാക്കി മാറ്റി, കേരളത്തെ ഈ മയക്കുമരുന്നിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റി, കേരളത്തിൽ അരാജകത്വവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഭരണകൂടം പുറത്തു പോകുമ്പം കണ്ണീരൊഴുക്കാൻ ആരും കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. സമയപരിധി മൂലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. എന്തായാലും സാറ് പറഞ്ഞ പോലെ MLA സ്ഥാനം പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരുമോ, അതോ അദ്ദേഹം തോൽക്കുമോ, അദ്ദേഹം സംസ്ഥാനത്ത് തുടരുമോ, അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും UDF-ന്റെ വലിയ വലിയ തേരോട്ടമാണ്, സുനാമിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നന്ദി.